ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ തക്കുടൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായില്ലേ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ആൾക്കാരെ വ്യൂസ് കുറവാണ്. അധികം പേരൊന്നും വീഡിയോസ് കാണുന്നില്ല. കുറേ കാലമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോഴും ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് ആരും കാണാണ്ടിരിക്കുമ്പോൾ എനിക്ക് മൂഡ് പോവുകയാണ്. വീഡിയോസ് ഇടാളത് കൊണ്ടാണ് കേട്ടോ വീഡിയോസൊന്നും ഇടാൻ എത്ര ദിവസം. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ഇടാന്നൊക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. പക്ഷേ ഇതിൽ കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഇരുന്ന് കാണുക. അപ്പോൾ ആദ്യം തന്നെ ഇക്കാക്ക് മുടി വെട്ടാനായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ റിച്ചൂസിൻ്റെ പരാക്രമം നിങ്ങൾ കണ്ട. മുടിവെട്ട് കടയിലിരിക്കുമ്പോൾ അവൻ അവിടെ ഇറങ്ങി ഓടണം, മുടിവെട്ടുകാരുടെ അടുത്തേക്ക് പോകണം, അവിടുത്തെ കത്രിക എടുക്കണം, കസാരമ പിടിക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് റിച്ചു കിടന്ന് കരയുന്നത്. തക്കുട അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. തക്കുടിൻ്റെ മുടി എപ്പോഴാണ് വെട്ടുക എന്നൊക്കെ ആലോചിച്ച് തക്കുട അവിടെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം കുറേ നേരം കഴിഞ്ഞിട്ടാട്ടാ മുടി വെട്ടലൊക്കെ കഴിഞ്ഞത്. കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. പിള്ളേരൊക്കെ ആകെ ചടഞ്ഞുട്ടാ. അങ്ങനെ ലാസ്റ്റ് ഇതൊക്കെ മുടി വെട്ടിലൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നുണ്ട്. തക്കുടും അവിടെ കിടന്ന് കരയുന്നത് നിങ്ങൾക്ക് ഇതിൽ കൂടെ കാണാട്ടെ. ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് മുടി വെട്ടണം പറഞ്ഞിട്ടാണ് കരയുന്നത്. അവൻ ചെറിയ കുട്ടിയാകുമ്പോൾ അവനെ മുടി വെട്ട് കടയിൽ കൊണ്ടുപോയി അപ്പം അവൻ കരയും മുടി വെട്ടരുതേ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോൾ വലുതായപ്പോൾ അവന് മുടി വെട്ടാൻ വേണ്ടിയിട്ടാണ് കരയുന്നത്. 2 ആഴ്ച മുമ്പ് ഈ കടയിൽ തന്നെ വന്നിട്ടാട്ടാ റിച്ചുവിനും തക്കുടൂനൊക്കെ മുടി വെട്ടിയത്. അപ്പോൾ കുറച്ചും കൂടി വളർന്നിട്ട് മുടി വെട്ടാം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവൻ കിടന്ന് കരയുന്നത്. അവന് മുടി വെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കരച്ചിലൊക്കെ മാറിയിട്ടാ. പിന്നെ പ്രതീക്ഷിക്കാണ്ടൊരു സംഭവം ഉണ്ടായി. രാത്രി ആകുമ്പോൾ നമ്മുടെ റിച്ചുവിന് തീരെ വയ്യാണ്ടായി. ഒരു 5-6 പ്രാവശ്യം ഛർദ്ദിച്ചു. ആദ്യം ഞാൻ കാര്യമാക്കിയില്ല, അവന് ഭയങ്കര കഫം കെട്ടൊക്കെ ഉള്ളതുകൊണ്ടാവും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഛർദ്ദി ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നപ്പോൾ പേടിയായിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉള്ളത് അല്ലമിൻ ഹോസ്പിറ്റലാണ് കേട്ടോ. പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. ഇവനെ ഞാൻ കുന്നംകുളത്താണ് കാണിക്കാറ്. യൂണിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടറെയാണ് കേട്ടോ കാണിക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം അടുത്തുള്ള ഹോസ്പിറ്റൽ ഏതാണെന്ന് നോക്കിയിട്ട് വന്നതാണ് കേട്ടോ. ഞാൻ അല്ലമിലേക്ക് വന്നപ്പോൾ എന്നെ പെട്ടെന്ന് തന്നെ കിളി പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നപ്പോൾ തന്നെ 2-3 മരുന്നൊക്കെ കൊടുത്തിട്ട് അവൻ ഛർദ്ദിച്ചതിന് ശേഷം പിന്നെ അവർ കൈമ സൂചിയൊക്കെ കുത്തണം പറഞ്ഞിട്ട് സൂചിയൊക്കെ കുത്തി കുറേ നേരം അവിടെ ഇരുത്തിയിട്ടാ. ചിലപ്പോൾ അഡ്മിറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇഞ്ചക്ഷനൊക്കെ വെച്ചത്. അവന് കൈയിൻ്റെ മുകളിൽ ക്യാൻഡിൽ ഇട്ടപ്പോൾ തന്നെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ അത് മാന്തി പൊളിക്കാനൊക്കെ നോക്കുകയാണ് അവൻ. അപ്പോൾ ഇക്ക എടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. റൂമിൻ്റെ പുറത്തൊക്കെയാണ്. നടന്നു കഴിഞ്ഞാൽ അവൻ പിന്നെ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ റൂമിൽ തന്നെ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ കൈയിൻ്റെ മുകളിൽ എന്താണ് ഒരു ഭാരം അതിനൊക്കെ നോക്കിയിട്ട് അവ എപ്പോഴും പിടിച്ച് വലിക്കൂട്ടോ. വലിച്ചു കഴിഞ്ഞാൽ പിന്നെ സൂചിയൊക്കെ പൊട്ടി ചോര വരും. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആനായിട്ട് ഇരിക്കട്ടെ. അപ്പം നമ്മുടെ തക്കുടും അതിൻ്റെ ഉള്ളിൽ കൂടെ കിടന്നിട്ട് ഇക്കാനായിട്ടിട്ട് അടിച്ച് നടക്കുന്നുണ്ട്. തക്കുടിൻ്റെ കുറുമ്പ് പിന്നെ അറിയാലോ, അവ എവിടെ പോയാലും ഒതുങ്ങിയിരിക്കില്ല. അവൻ്റെ പ്രായത്തിൻ്റെയാണ്. അപ്പോൾ ഇക്കാനായിട്ടിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ അവൻ നടക്കുന്നിടത്തോളം. അപ്പോൾ അവരാണ് കളിച്ച് നടക്കുന്നുണ്ട്. ഞാനാണ് റൂമിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തക്കുടിനെ കാണാമല്ലോ. അപ്പം ഞാൻ പേടിച്ചിട്ട് ഞാൻ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ ഉണ്ടാവും ഈ കോണിപ്പടീൻ്റെ ചുറ്റോരം അങ്ങനെ ഓടി നടക്കുക. മുകളിൽ നിന്ന് താഴ്ത്തേക്ക്, താഴത്തുനിന്ന് മുകളിലേക്ക്. എങ്ങനെയാണ് അവനിങ്ങനെ സ്പീഡിലൊക്കെ ഓടാൻ പറ്റുന്നത്? നമുക്കൊക്കെ വെച്ചെങ്കിൽ കാലുവേദനയും കൈവേദനയായിട്ട് നമ്മൾ ഇറങ്ങാൻ തന്നെ കൂട്ടാക്കില്ല സ്റ്റെപ്പ് കയറാനൊന്നും. പക്ഷെ അവൻ സിമ്പിളായിട്ട് കണ്ട നടക്കുന്നത്. അവൻ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ കളികളും ഒക്കെ നോക്കിയിരുന്നു. അപ്പോൾ തന്നെ അത്യാവശ്യം ടൈമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇഞ്ചക്ഷൻ തന്നിട്ട് 1/2 മണിക്കൂറോളം ഇരിക്കണം, എന്നിട്ട് വീണ്ടും ഛർദ്ദിക്കുക എന്നുണ്ടെങ്കിൽ അഡ്മിറ്റ് ആക്കേണ്ടി വരും, പിന്നെ പോകാൻ പറ്റില്ല വീട്ടിലേക്ക് എന്നായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അഡ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പേടിച്ചുട്ടാ. കാരണം പെട്ടെന്ന് ഇങ്ങനെ അഡ്മിറ്റ് ആക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല കേട്ടാ. പെട്ടെന്നുണ്ടായ സംഭവമല്ല. അപ്പോൾ ഉള്ള പൈസ ഒക്കെ പറക്കി കൂട്ടി കൊടുത്തിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊടുക്കുന്നത്. അതും ഇവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര ഒരു സംഭവമാണ്. കാരണം അവർ ക്യാൻഡിൽ കുത്തണേൻ്റെയും സിറിഞ്ച് അടിക്കണേൻ്റെയും പിന്നെ ഡോക്ടർമാരെ വന്ന് നോക്കണേൻ്റെയും പിന്നെ റൂമിൽ നമ്മൾ ഇരുന്നതിൻ്റെ ഒക്കെ അങ്ങനെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പൈസ വാങ്ങിച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് 10-2000 രൂപയോളം തന്നെ ചെന്നപ്പോൾ തന്നെ അവർ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ടും പിന്നെ നമ്മൾ അവിടുന്ന് പോരാൻ സമയത്ത് മരുന്ന് അത് ഇത് പിന്നെ ഗ്ലൂക്കോസ് ഇട്ടത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പൈസ പിന്നെയും വന്നു കേട്ടോ. പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഭയങ്കര പൈസ പറയുമ്പോൾ നമ്മൾക്ക് സാധാരണക്കാർക്കൊന്നും പറ്റില്ല കേട്ടോ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും. പിന്നെ വയ്യ, കുട്ടിക്ക് തീരെ വയ്യ, ഛർദ്ദി കണ്ട് പേടിച്ചപ്പോൾ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റൽ ഏതാണോ നോക്കിയിട്ട് ആ നേരത്തെ പ്രൈവറ്റ് ആണോ ഗവൺമെൻറ് ആണോ നോക്കാണ്ടിട്ട് പെട്ടെന്ന് കൊടുക്കുന്നത്. അങ്ങനെയാണ് അവസ്ഥ. പിന്നെ അതൊരു പൂച്ച ഇരിക്കുന്നുണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ. ഇവിടുന്ന് വന്ന പൂച്ചയാണെന്നൊന്നും അറിയില്ല. കുറേ നേരമായിട്ട് അവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് കേട്ടോ ആ പൂച്ച. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ നഴ്സ് വന്നിട്ട് പറഞ്ഞു ഇവനെ നമുക്ക് ക്യാൻഡിലൊക്കെ കഴിയുമ്പോൾ ഊരാ കുഴപ്പമില്ല, ഇപ്പോൾ ഛർദ്ദിക്കണമെന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ മരുന്നൊക്കെ എഴുതി തന്നു. അപ്പോൾ ഞങ്ങൾ അവൻ്റെ കൈയിൻ്റെ മുകളിലത്തെ സൂചി ഊരാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് പോവാട്ടോ. നമുക്ക് സ്റ്റെപ്പ് കയറി പോകണം. 3-ാം നിലേൻ്റെ മുകളിലാട്ടാ ഇവനുണ്ടായിരുന്ന റൂം. അപ്പോൾ സ്റ്റെപ്പൊക്കെ കയറിപ്പോയി ഇറങ്ങലും കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ. ഇവനെ വെച്ചാൽ കരച്ചിലുണ്ടായിരുന്നു. അത് കുത്തുമ്പോഴും ഊരുമ്പോഴും ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ ക്യാൻഡിലൊക്കെ ഊരി പിന്നെ ഇക്ക വന്നപ്പോൾ നമുക്ക് 2-3 മരുന്ന് ബാക്കി ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യം ആ മരുന്ന് നമ്മൾ തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊടുത്ത പൈസേൻ്റെ ആ മരുന്നിൻ്റെ പൈസ തിരിച്ച് കിട്ടും എന്നാട്ടാ പറഞ്ഞത്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അല്ലെങ്കിൽ അഡ്മിറ്റ് ആക്കാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അഡ്മിറ്റൊന്നും ആക്കിയില്ല. ഇപ്പോൾ ഛർദി കുറച്ച് കുറവൊക്കെ ഉണ്ട്, അവനൊന്ന് ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് എന്താ ഛർദ്ദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഈ റാഗിപ്പൊടി കൊടുത്തു. റാഗിപ്പൊടി കൊടുത്താലാണ് അവൻ ഛർദ്ദിച്ചത്. അവന് അത് കൊടുക്കാറില്ല, അവൻ നെസ്റ്റം മാത്രമാണ് കഴിക്കാറുള്ളൂ. അപ്പോൾ റാഗിപ്പൊടി കൊടുത്തതിൽ കുട്ടിക്ക് പറ്റിയില്ല. അപ്പോൾ ഭയങ്കര ഛർദി തുടങ്ങി. ഡോക്ടർ തന്നെ കഴിച്ചുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ ബാക്കി വന്ന മരുന്ന് കൊടുക്കലും അതുപോലെ തന്നെ കുറച്ച് ബില്ല് അടയ്ക്കാണ്ടായിരുന്നു. അതൊക്കെ അടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ ഏകദേശം 2:30 മണിയായിട്ടുണ്ട് കേട്ടോ, പുലർച്ചെ. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. പുതിയ വ്ളോഗ്. ബൈ ബൈ.